ഒരു മനുഷ്യൻ ഒരു പ്രസംഗം നടത്തിയത് പത്രത്തിൽ ഞാൻ വായിച്ചു. ഇന്നത്തെ യുവാക്കളെല്ലാം കരുനാഗപ്പള്ളിയിലുള്ള ഒരു പ്രവാസി കോടീശ്വരനെ കണ്ടുപിടിക്കണം. അതേതെന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടി സംഘടിപ്പിക്കുന്ന യോഗം. അപ്പൊ ചെറുപ്പക്കാരെല്ലാം കണ്ടു മനസ്സിലാക്കേണ്ടത് കോടീശ്വരന്മാരെയാണെന്ന് സന്ദേശം വന്നിരിക്കുന്നു. എല്ലാ ചെറുപ്പക്കാരും കോടീശ്വരന്മാരാവശ്യം നടക്കാത്ത കാര്യമാണ്. അവർ വഴിവിട്ട് പോകുന്നില്ല. കോടീശ്വരൻ അമ്മോട്ടിക്കാം, കൊല്ല, സ്വർണ്ണാഭരണ കടകൾ കുത്തി തുറക്കാം, പൈസയുള്ളവരുടെ പൈസ എടുക്കുക. അങ്ങനെ അധ്വാനിച്ച് കോടീശ്വരനാവാൻ പറ്റും. കൂലി വേലക്കാരൻ ഒരു പൊതുവേദിയിൽ കൊടുക്കുകയാണ്. ഈ കോടീശ്വരൻ എങ്ങനെയാണ് ഈ കോടീശ്വരനായത് എന്നുള്ളതിനെ പറ്റി ഒരു വിശകലനം ഉണ്ടോ? ഒരാൾ കോടീശ്വരനാവണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ആ ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ തൊഴിലാളികൾക്ക് പരമാവധി ശമ്പളം കൊടുത്താൽ ലാഭം കുറയും. വേഗം കോടീശ്വരനാവാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ടാവില്ല. ഇതിനെപ്പറ്റി ആര് പഠിക്കുന്നു? അതൊക്കെ ട്രേഡ് യൂണിയനുകളുടെ ചുമതലയാണ്, യുവജന പ്രസ്ഥാനങ്ങളുടെ ചുമതലയാണ്. അവർക്ക് പഠിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളെല്ലാവരും ഇതുപോലെ കോടീശ്വരനാവണം സന്ദേശം കൊടുക്കുകയാണ് പരസ്യമായി. ആരും എതിർത്തില്ല വേദിയില്ലത്. കാരണം അവിടെയാണ് ഫിലോസഫി മറന്നു പോയത്. അവിടെയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ജനറസായുള്ള ഹ്യൂമാനിറ്റേറിയനായിട്ടുള്ള സമ്പന്നന്മാരുണ്ടായിട്ടുണ്ട്. അവരുടെ സമ്പത്ത് നാടിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല. അങ്ങനെയുള്ളവരുണ്ട്, ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോഴുള്ളൂ. തിരിച്ചു കിട്ടുന്നത് നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ സമൂഹത്തെ നാടകം എഴുതുന്നതിന് ഭയങ്കര സാധ്യതയില്ല. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഈ സംഘർഷങ്ങളെല്ലാം കഥാപാത്രങ്ങൾ കൂടി വെളിയെ വരുമ്പോൾ നാടകത്തിന് ഭൂതകാല മഹിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ നാടകങ്ങളുണ്ടാവും. വലിയ നാടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് രംഗമുള്ള നാടകം, നല്ല മഹത്തായ നാടകം ഉണ്ടാവണം. സാമൂഹ്യ വിമർശനം നിർഭയമായിട്ട് നടത്തണം. ഭരിക്കുന്നത് ആരാണെന്ന് നോക്കണ്ട. ഇന്ന് ഭരിക്കുന്നവർ നാളെ ഇല്ലാതാവാം. ഡൽഹിയിൽ കണ്ടില്ലേ? അതുകൊണ്ട് ഗവൺമെന്റുമായി സഹകരിച്ച് വേണം എഴുത്തുകാർ പോകേണ്ടത് എന്ന് എമ്മുന്നൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു. അവിടെ ഏത് ഗവൺമെന്റിനെ ഉദ്ദേശിച്ചെന്നറിയില്ല. അവിടെ ഉദ്ദേശിച്ച ഗവൺമെന്റ് സ്ഥാനത്ത് വേറൊരു ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ എൻ്റെ അർത്ഥം. അവസരവാദമാണല്ലോ. ഡൽഹിയിൽ വേറെ ഗവൺമെന്റ് ആണല്ലോ. ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടത്? ഇങ്ങനെയാണോ എഴുത്തുകാർ? ഇതാണോ മാതൃക? അപ്പം മുകുന്ദൻ ഒരവസരവാദപരമായ ഒരു ഫിലോസഫിക്ക് വിധേയനായി എന്ന് ഞാൻ പറയുന്നില്ല. വിധേയനായെന്ന് ആളുകൾക്ക് വേണമെങ്കിൽ കുറ്റപ്പെടാൻ അങ്ങനെ പറയാൻ പാടില്ല. എപ്പോഴും ഭരണകൂടത്തെ എതിർക്കുന്നതാണ് നാടകം. അനുകൂലിച്ചാൽ നാടകമില്ല, ഉണ്ടാവില്ല. ഭരണകൂടത്തെ രാഷ്ട്രീയമായിട്ടല്ലേ പറയുന്നത്. കക്ഷിയെ എതിർക്കണമെന്നല്ല, ഭരണകൂടത്തിൻ്റെ ഗൗരവതകളെ എതിർക്കണം. ഭരണകൂടം എല്ലാവരും അടിച്ചമർത്തുക. ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അല്ല, ദേശീയ തലത്തിലാണ് ഭരണകൂടം ഇരിക്കുന്നത്. സ്റ്റേറ്റിനെ പോലും പിരിച്ചുവിടുക. സ്റ്റേറ്റ് ഗവൺമെന്റിനെ പോലും ആ ഭരണകൂടത്തിന് പിരിച്ചുവിടാം.